യും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറിലുള്ള ഒരു വീഡിയോ കാണാൻ ഇടയായി. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ്റെ വീഡിയോ ആണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ തൽക്കാലം ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഇന്ന് സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. അതിന് മുമ്പേ നടന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. എനിക്ക് ശകലം അദ്ദേഹത്തിനോട് ദുഃഖം തോന്നി. കാരണം എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി വിളിച്ച് പറയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. സോ വി ആർ ഹാപ്പി വിത്ത് ദാറ്റ് വൺ. പക്ഷെ ഇന്ന് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഒട്ടനവധി ലക്ഷങ്ങളിലധികം ആൾക്കാരുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓഡികൾ ഉപഭോക്താക്കളാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടേഴ്സ് പോയി KSRTC കേന്ദ്രങ്ങളിൽ ചെന്ന് കണ്ടുപിടിച്ച ചില വസ്തുതകൾ. അതായത് അദ്ദേഹം പറഞ്ഞത് ഓർഡിനറി ബസ്സുകളെ സിറ്റി ഫാസ്റ്റ് ആക്കുന്നു. ഇതൊരു നല്ല പ്രവണതയല്ല. സിറ്റി ഫാസ്റ്റ് ആക്കുമ്പോൾ അത് വരുമാനം എന്തോ സംതിങ്, അതിനൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ആ പ്രസൻറ്റേഷൻ നടത്തിയത്. അതിനെ ഒന്നുകൂടെ പർവ്വതീകരിച്ച് അദ്ദേഹം UDF സാവുവാക്കുകളൊക്കെ പറഞ്ഞു. സാരമില്ല. അദ്ദേഹത്തിനോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളത്. ഒരു വാർത്ത താങ്കൾ കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കൊരു എൻക്വയറി നടത്തണം. ഒരു റിപ്പോർട്ടർ വന്ന് സ്റ്റിക്കർ ഇത് മാറ്റി അങ്ങനെ അയാൾ പറയുന്നത് ശരിയാണെങ്കിൽ തെറ്റാണ്. അത് തെറ്റാണെങ്കിൽ ഉടൻ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിൻ്റെ ഒരു മാധ്യമ ധാർമ്മികത എന്ന് പറയുന്നത് ഉടൻ തന്നെ അത് മുതിർന്ന വേണ്ടപ്പെട്ട അതോറിറ്റീസെ അറിയിക്കണം. ഇത് ചെയ്യുന്നത് തെറ്റാണ്, നല്ല പ്രവണതയല്ല. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഒരു പക്ഷേ അവരുടെ ശ്രദ്ധയിലായിരിക്കില്ല. ഒരു പക്ഷേ ഇതിനെ കളങ്കം വരുത്താൻ വേണ്ടി മറ്റേതെങ്കിലും പാർട്ടിക്കാർ ഈ സ്റ്റിക്കർ ഒട്ടിച്ചതായിരിക്കാം. എന്തു തന്നെ ആകട്ടെ, പക്ഷേ അടിയന്തരമായി അത് ശ്രദ്ധയിൽപ്പെടുത്തി ഒരു കുറച്ച് മണിക്കൂറെങ്കിലും കൊടുത്ത് അതിൻ്റെ സത്യസന്ധത എന്ത് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ വാർത്തകൾ കൊടുക്കേണ്ടത്. ഇദ്ദേഹത്തിന് ഒരുപാട് റീച്ചുണ്ട്, ഒരുപാട് ശ്രോതാക്കളുള്ളതാണ് ഇങ്ങനത്തെ ഇതിന്. അപ്പോൾ ഇങ്ങനെയുള്ള ചില വാർത്തകൾ കൊടുക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇമാജിനെ കോട്ടം സംഭവിക്കുകയാണ്. പക്വതയുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. നാം എപ്പോഴും ചെയ്യുമ്പോൾ ഒരു ആരോപണം ഉയർത്തുമ്പോൾ ആ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഒരു തെറ്റിനെ നാം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റിനുള്ള പരിഹാര മാർഗം പോലും കൂടെ നാം ഉപദേശിച്ചു കൊടുക്കണം. അത് വളരെ പ്രധാനമാണ്. പിന്നെ മലബാർ ഏരിയയിൽ ബസ്സുകൾ വളരെ കുറവാണ്, സത്യമായിരിക്കാം. പക്ഷേ എങ്കിൽ തന്നെയും അതിനുള്ള ഒരു അനന്തര നടപടികൾ ഈ UDF ഗവൺമെൻറ് ചെയ്യാതിരിക്കില്ല. ഒന്ന് മനസ്സിലാക്കണം, വളരെ ബുദ്ധിമുട്ടുകളാണ് ഈ ഓരോരോ പ്രോജക്റ്റും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏതിനും എന്തിനും ഒരു എന്താ പറയുക, ഒരു തുടക്കത്തിനുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകും. അതിന് എവിടേക്കാണ് അപാകതകളുണ്ട് അതിനെ നേരായി ശരിയാക്കി മുമ്പോട്ട് പോകാൻ കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരും. അത് അതിനൊരു സമയം നമ്മൾ കൊടുക്കണം. അല്ലാതെ UDF ഇമേജ് നശിക്കും. ഇങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഫ്രീ യാത്ര ഇല്ലെങ്കിലും UDF ജയിക്കുമായിരുന്നു. അതൊക്കെ ആക്ച്വലി എനിക്കറിയില്ല. ബാലിശമായ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഇച്ചിരി അതിൽ കടന്നുപോയി. അതായത് നാം ചെയ്യുന്നതെല്ലാം കറക്റ്റാണെന്ന് ഇദ്ദേഹം ഈ പോയ മന്ത്രിസഭയ്ക്ക് രൂക്ഷമായി വിമർശിച്ച ആളാണ്, തെറ്റുകളെ കണ്ടെത്തുന്ന ആളാണ്, തെറ്റുകൾ വിമർശിക്കുന്ന ആളാണ്. എന്നാൽ ചിലതിന് ഇങ്ങനെ പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കേണ്ടത്. ഇവിടെ നടന്നത് വളരെ സിമ്പിളായ പരിഹാര മാർഗമാണ്. അതിനെ ഒന്ന് പർവ്വതീകരിച്ച് ഒരുപാട് വീണ്ടും ജനശ്രദ്ധ ആഴ്ച എന്തെങ്കിലും ആകർഷിച്ച് വീണ്ടും റീച്ച് കൂട്ടാനാണോ എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ്. ഐ റെസ്പെക്റ്റ് ചെയ്യും, ഐ ഓണർ ചെയ്യും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് വലിച്ചഴിക്കാൻ ഞാൻ ഇൻട്രസ്റ്റ് ആകുന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാത്തിലും നമ്മൾ സൗമ്യത സ്മാർട്ടാണെങ്കിൽ തന്നെയും ചില ധാർമ്മികതയുണ്ട്. അത് നാം ഒരിക്കലും മറക്കരുത്. അത് നമ്മുടെ ഒപ്പം ഉണ്ടാകണം. കാര്യം പൊതുജനങ്ങൾ നമുക്ക് തരുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് കൂടുതൽ ഉന്നതിയിലേക്ക് എത്തുമ്പോഴും നാം ആരെങ്കിലും വിമർശിക്കുമ്പോൾ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വിമർശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിമർശനം ചെയ്യിച്ചെന്ന് അതും കാണിക്കണം.
ആ വിമർശനം ഇനി ഉണ്ടാകാതിരിക്കാൻ എന്താണ് അതിൻ്റെ ഒടികൾ, ഒരു പരിഹാര മാർഗം എന്താണെന്ന് കൂടെ നാം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. കാര്യം വിമർശിക്കുമ്പോൾ വിമർശത്തിനോടൊപ്പം ഒരു പരിഹാര മാർഗവും കൊടുക്കുമ്പോഴേ അതിനൊരു കഴമ്പുണ്ടാവുള്ളൂ. അതുകൊണ്ട് എൻ്റെ മാധ്യമ സുഹൃത്തിനോട് ഞാൻ പറയുകയാണ്, എന്തെങ്കിലും വാർത്തകൾ കൊടുക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് അപ്പം തന്നെ വേണോ വേണ്ടതെന്ന് ഒന്ന് പറയുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ക്യാമറയും കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ ന്യൂസുകൾ എടുത്തുകൊണ്ട് ആ ന്യൂസ് കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് സ്റ്റാഫിനെ ഡിസപ്പോയിൻ്റ് ചെയ്യിക്കും. അവർക്ക് അതിനോടുള്ള പ്രവൃത്തിയോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വിടും. അത് നിങ്ങളുടെ സൈഡിലുള്ളതാണ്, ന്യായമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ തവണ ആലോചിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റീച്ച് ഇപ്പോൾ ഉള്ളതിലും പടിപടിയായി കൂടുകയുള്ളൂ, കുറയുകയില്ല. സോ ഈ മാധ്യമ പ്രവർത്തകനോട് ഒരിക്കൽ കൂടി പറഞ്ഞു, താങ്കൾ സത്യസന്ധനാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ പറയും. ഇതിടയ്ക്ക് ചില പോഴത്തരങ്ങളും താങ്കൾ പറയാറുണ്ട്, അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാലും. ക്ഷമിക്കണം മാധ്യമപ്രവർത്തകൻ, എന്തായിരുന്നാലും നിങ്ങളെക്കാൾ ഒത്തിരി പ്രായം കൂടിയ ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ വാർത്തകൾ ഞാൻ എന്നും കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, നല്ലതൊക്കെയാണ്. എനിക്ക് വലിയ മോശമായിട്ട് അഭിപ്രായമില്ല. പക്ഷേ ചില സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇത്തിരി കഷ്ടമായി പോകുന്നു. ഇന്നത്തെ ഇതെനിക്ക് ഒത്തിരി ദുഃഖം തോന്നി, ഇത്തിരി പ്രയാസം തോന്നി. കാരണം വളരെ ബുദ്ധിമുട്ടി തുടക്കം കുറിച്ചാണ്. ആർക്കെങ്കിലും അതൊരു ഗുണം ഉണ്ടാകുമ്പോൾ അത് നടക്കില്ല, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അത് കുളമാകും എന്നൊക്കെ വിമർശിക്കുന്നത്. വിമർശനം ആവശ്യമാണ്, പക്ഷേ ഇന്നത്തെ ദിവസം അത് വേണ്ടിയില്ലായിരുന്നു. നാളത്തെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുള്ളിൽ എന്താണ് യഥാർത്ഥം സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അദ്ദേഹം അറിഞ്ഞത് ഇത് വേറെ ഏതോ പാർട്ടിക്കാർ ഈ എന്താ പറയുക സ്റ്റിക്കർ ഒട്ടിച്ചെന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. KSRTC യാർഡിൻ്റെ ഉള്ളിൽ കടന്നു കയറി ആരും അറിയാതെ, ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് അറിയാതെ അങ്ങനെ ആർക്കും സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റില്ല. കാരണം ഈ KSRTC ആയിട്ട് നല്ല അടുപ്പമുണ്ട്. അവിടുത്തെ ഒരുവിധ എല്ലാ സംവിധാനങ്ങളും അറിയാം. ഒത്തിരി വർഷങ്ങൾ ഞാൻ അവരുമായിട്ട് യോജിച്ച് എനിക്ക് പല മേഖലയിലും വർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് KSRTCയിലെ ഒരുവിധം ഉള്ള കാര്യങ്ങൾ എനിക്ക് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന മാധ്യമപ്രവർത്തകൻ ഒന്നും ശ്രദ്ധിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.